ഞാനിപ്പോ റൈറ്ററാണ്. കഴിഞ്ഞ വർഷം വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനിയൊരു പുസ്തകം എഴുതുമ്പോൾ ഞാൻ പ്രകാശനം പോലെ. കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് MA യൂസഫ് അലിക്കടുത്തേക്ക് വരദ ഓടിയെത്തി ആഗ്രഹം അറിയിച്ചത്. എന്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ? ഒരു വാക്കിനപ്പുറം ആഗ്രഹം സാധ്യമായി. വരദയുടെ വീട്ടിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളുമായി ലുലു ഗ്രൂപ്പ് അംഗങ്ങളെത്തി. പുസ്തകം തുറന്നതും വായനക്കാരിയുടെ കണ്ണിൽ അതിയായ സന്തോഷം. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്നാണ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുള്ളത്. പക്ഷെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ തിരികെ കൊടുക്കാൻ ഒരു മടി പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് തന്നത്. വായനയിലൂടെ വരദ നേടിയെടുത്ത വേദികൾ ചെറുതല്ല. കഴിഞ്ഞ വർഷം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരദയുടെ വായനാ ലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, വായന എങ്ങനെയാണ് വരദ മുന്നോട്ട് കാണുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു ഒരു സെഷൻ. അപ്പോൾ ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിലും ഒരു സെഷനുണ്ട്. അതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ വരദ വിളവൂർക്കൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പുതിയ പുസ്തകം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രകാശനം ചെയ്യണം. ആഗ്രഹം നടന്നാൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലിയെ പരിപാടിയിലേക്ക് ക്ഷണിക്കണം. ഇതൊക്കെയാണ് വരദയുടെ മനസ്സിൽ. ക്രിസ്മസ് സമ്മാനമായി പുസ്തകങ്ങൾ എത്തിച്ചയാൾക്ക് ഏറെ പ്രിയപ്പെട്ട അക്ഷരങ്ങളിലൂടെ സ്നേഹപ്രകടനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വരദയുടെ കൂടുതൽ വിശേഷങ്ങൾ രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേർന്ന് പങ്കുവയ്ക്കും. രാഹുൽ, ഒരു 6ാം ക്ലാസ്സുകാരി സ്വയം പരിചയപ്പെടുത്തിയത് ഞാനൊരു എഴുത്തുകാരിയാണ്, ഞാനൊരു റൈറ്ററാണ് എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നല്ലോ എന്നത് ഓർത്തിട്ട്. പുസ്തകങ്ങൾ അത്രയും ഇഷ്ടമാണ് എന്നത് യൂസഫ് അലി സാറിന് മനസ്സിലായത് കൊണ്ടാണ് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുത്തത്, അല്ലേ? ചില കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അത് ആഗ്രഹം സാഫല്യമായി കിട്ടുന്നതിൻ്റെ ഒരു വേഗത, അത് എത്ര വേഗത്തിലാണ് ഒരു ആഗ്രഹം നമുക്ക് സഫലമാക്കാൻ കഴിയുക. ഇപ്പോൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ എത്ര വേഗം നമുക്ക് ലഭിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ. ഇവിടെ വരദ പോയി ആദ്യം പരിചയപ്പെടുത്തുന്ന വരികൾ തന്നെയാകും ഒരു പക്ഷേ MA യൂസഫ് അലിയെ ഭയങ്കരമായി ആകർഷിക്കുന്നത്. അദ്ദേഹത്തിന് ആ സ്നേഹം ഒരു ചുംബനത്തിലൂടെ നൽകാനായി തോന്നുന്നത് പോലും ആ വരി തന്നെയാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആദ്യം വരദ പോയി പറയുന്നത്, ഞാൻ ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എനിക്ക് വായന അത്രമേൽ ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് സമ്മാനമായി എൻ്റെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഏറെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ടം അതൊരു വലിയ ഇഷ്ടമാണെന്ന് തെളിയിച്ച ഒരു 6ാം ക്ലാസ്സുകാരി ചെന്ന് ഒരു സമ്മാനം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചുറ്റുപാടും ഒരുപാട് പേരെ സഹായിക്കുന്ന, നമ്മൾ പല സ്റ്റോറികൾ, പല കഥകൾ പറഞ്ഞതാണ്, ഒരുപാട് പേരെ സഹായിക്കുന്ന MA യൂസഫ് അലിയെ പോലെയുള്ള ആ മനുഷ്യൻ്റെ മനസ്സ് ആ മോൾക്ക് വേണ്ടി ആ നിമിഷം ചിന്തിച്ചു ചെയ്തു കൊടുക്കൂ എന്ന് പറയുമ്പോൾ, ആ പുസ്തകങ്ങൾ എത്തുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന വരദയുടെ കണ്ണിലെ സന്തോഷമാണ്. ആഗ്രഹിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയോ എനിക്ക് കിട്ടിയല്ലോ എന്ന രീതിയിൽ. ഒപ്പം ഏറെ അഭിമാനത്തോടെ ആര് വന്നാലും, അത് ലുലു ഗ്രൂപ്പിൻ്റെ ആളുകളാകട്ടെ, ആ വീട്ടിലേക്ക് ആര് വന്നാലും അഭിമാനത്തോടെ കാണിക്കുന്നൊരു ഇടമാണ് ലൈബ്രറി. ആ ലൈബ്രറി വളരുകയാണ് എന്ന് പറയുമ്പോൾ വരദയെ പോലെ തന്നെ ഈ കാഴ്ച കാണുന്നത് നമുക്കും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണ് വായനയുടെ ഒരു സുഖം, വായനയിലുള്ള അനുഭവം, വായനയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ പറയുന്നത് പോലെയുള്ള പുത്തനായ അനുഭവങ്ങളുണ്ട്. അതായത് ഈ വായന എവിടെ നഷ്ടപ്പെടുന്നു, അതൊന്നും നമുക്ക് ഈ കാലത്ത്, വെർച്വലായ കാലത്ത് അതിലും ഈ പറയുന്ന പോലെ ആശയപരമായ കുറേയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും വായന എന്നത് പലരും പറയുന്നത് പോലെ സ്വകാര്യമായൊരു സന്തോഷവും സ്വകാര്യമായൊരു പ്രത്യേകതരം അനുഭവവും നൽകുന്ന